So, hey folks, and once again, welcome back to another podcast. So, ഇന്ന് എപ്പിസോഡ് 2 ആണ്. ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പം ഇന്നലെ അപ്ലോഡ് ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 88 വ്യൂസ് ആയിട്ടുണ്ട്. കൊള്ളാം. ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് റോഡ് ടു 100 വ്യൂസ് ആണ്. നന്നായിട്ട് പോകുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് എന്ത് തോന്നി? വളരെ നല്ല വീഡിയോ ആയിരുന്നു. കിടിലൻ എഡിറ്ററാണ്, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. നിനക്കെന്തോ തോന്നി? വൺ ഷോക്കായിരുന്നു. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകമായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. ഇൻ ദ സെൻസ് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മടുപ്പുണ്ടായിരുന്നു. അവൻ്റെ രണ്ട് മാലാകന്മാരാണ് ഞങ്ങൾ അപ്പുറത്ത്. ഞാൻ പോസിറ്റീവ് പറയും, അവൻ നെഗറ്റീവ് പറയും. രണ്ട് ചെറുത്താന്മാർ. അപ്പം നല്ല മടുപ്പും ലാഗും ഉണ്ടായിരുന്നു. സംസാരത്തിൽ ശരിയാക്കാനുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, ഹോപ്സോ ഇത് ചെയ്ത് തന്നെ ശരിയാവും. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച് നിർത്തിയത് ഡേ 1 എൻഡിങ് ആയിരുന്നു. ഇന്ന് ഡേ 2 സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ ഉക്രൈൻ ബാക്കി ജേണിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ചാനലിൽ പോവുക, ഫസ്റ്റ് വീഡിയോ കാണുക പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് യുക്രൈൻ നമ്മുടെ യാത്രയാണ്, വാർ ജേണിയാണ്. സോ അഗെയിൻ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, ഞാൻ ആൽവിൻ ജൂഡ് മാത്യു, ആൻഡ് നീ വിവേക്, മോഹിത്. സോ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ പറഞ്ഞ പോലെ ഒരു വിധത്തിൽ ഉറങ്ങി, ചാരി ഇരുന്ന് ഉറങ്ങി തീർത്ത് സെക്കൻഡ് ഡേ ആയി. സെക്കൻഡ് ഡേ കാര്യം കുറച്ചും കൂടെ കാമായിരുന്നു. ഇൻ ദ സെൻസ് അധികം ഷെല്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചാരി ഇരുന്ന് ഉറങ്ങി കുറേ കൂടെ. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ബ്ലാങ്കറ്റ് കിട്ടി. തറയെ വിരിച്ച് ഇരുന്നുറങ്ങുന്നതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ അപ്ഗ്രേഡായി കിടന്നുറങ്ങി തുടങ്ങി. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, കംപ്ലീറ്റ് നേരം കിടക്കുമായിരുന്നു. അതായത് രാവിലെ ഏതാണെന്ന് അറിയത്തില്ല, വൈകിട്ട് ഏതാണെന്ന് അറിയത്തില്ല, സമയം എന്തുവാന്ന് അറിയത്തില്ല. ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നത്, ബങ്കർ വീഴുന്നത്, ഷെല്ല് വീഴുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സീനിയേഴ്സ് ആരെല്ലാം വന്ന് ഷോ കാണിക്കും. നിന്നോടല്ലേടാ പറഞ്ഞ് ഓഫ് ചെയ്യാൻ പറഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ഷോ കാണിക്കും. പിന്നെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആരിലൊക്കെ വരും. അതായിരുന്നു മെയിനായിട്ട് സെക്കൻഡ് ഡേ ഫുഡ് കിട്ടി, ഒരു നേരം ഫുഡ് കിട്ടി. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ ഏകദേശം തീർന്നൊരു ഒരു ഇതായി തുടങ്ങിയായിരുന്നു. സെക്കൻഡ് ഡേ എങ്ങനെയായിരുന്നു? എനിക്ക് ബ്ലാങ്കറ്റ് ഒന്നും കിട്ടിയില്ല. ഞാൻ കൊണ്ടുവരുന്ന ജാക്കറ്റ് ആയിരുന്നു എൻ്റെ ബ്ലാങ്കറ്റ്. എൻ്റെയും എൻ്റെ അപ്പുറത്ത് നിന്ന ആളുടെയും ബ്ലാങ്കറ്റ് എൻ്റെ ജാക്കറ്റ് ആയിരുന്നു. എനക്കൊക്കെ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം എനിക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് പുറത്തിറങ്ങിയപ്പോൾ ഷെല്ലിങ് സ്റ്റാർട്ട് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ലെന്ന്. ആ ശോകത്തിലങ്ങ് കിടന്നുറങ്ങി. നെക്സ്റ്റ് ആയപ്പോൾ മോർണിംഗ് മെസ്സിൽ പോയി. പക്ഷെ അവിടെ ഷെല്ലിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ മെസ്സിൽ കുറേ നേരം പെട്ടിരുന്നു. പക്ഷെ ഫുഡ് കിട്ടി. അച്ചീവ്മെന്റ്. പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് ലൈക്ക് ഫസ്റ്റ് ഇപ്പോൾ നാളെ തീരുമെന്ന് പറഞ്ഞ പ്രതീക്ഷയിൽ അങ്ങനെ സെക്കൻഡ് ഡേ തീർന്നു പോയാണ്. അപ്പം സെക്കൻഡ് ഡേ എങ്ങനെ കഴിഞ്ഞു? തേർഡ് ഡേയും ഏകദേശം വലിയ സാമ്യമായിട്ട് തന്നെ അങ്ങ് പോയി. അതായത് വലിയ കാര്യമായിട്ട് അതിനകത്ത് പറയാനൊന്നുമില്ല. ഇത് തന്നെ രാവിലെ ആവുന്നു, രാത്രിയാവുന്നു, ബങ്കറിൽ കിടക്കുന്നു. ഈ ഒരു ഹോൾ ആകപ്പാടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. പറ്റുവാണെങ്കിൽ ആ ഫോട്ടോ ഞാൻ ഇപ്പോഴും ഇടാം. ഒരു ചെറിയ മിന്നാമിനിങ് വെട്ടം പോലത്തെ ഒരു വെട്ടം ആ വലിയൊരു ഹോളിൻ്റെ നടുക്കുണ്ട്. 19 എണ്ണം ചാള അടുക്കിയിട്ടേക്കുന്ന പോലെ എല്ലാം കൂടെ കിടക്കുന്നു. ഇതിൻ്റെ ഇടം മണ്ണും പൊടിയും. പയ്യെ കൂടെ ഉള്ളവർക്ക് പയ്യെ തലവേദനകൾ. എനിക്കൊക്കെ ആണെങ്കിൽ മൈഗ്രെയിൻ ഉണ്ട്. പണ്ടാണ് എനിക്ക് മൈഗ്രെയിൻ തുടങ്ങി, നല്ല തലവേദനയായി. പൊടിയെല്ലാം കൂടെ അടിച്ച് കയറി. അങ്ങനെ തേർഡ് ഡേ കഴിഞ്ഞു. അപ്പോൾ ഈ ഓരോ ദിവസവും കഴിയും തോറും സംഭവം പയ്യെ ആ ഒരു കോമഡിയും തമാശയെല്ലാം അങ്ങ് മാറി. കാരണം ഇത് തേർഡ് ഡേ നമ്മൾ പയ്യെ ബങ്കറിൻ്റെ ആ ഒരു ഇനീഷ്യൽ നമ്മളെല്ലാ കാര്യവും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഫൺ എലമെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പുതുമയുണ്ടല്ലോ, ആ സാധനം മാറിയിട്ട് പയ്യെ സംഭവം സീരിയസ് ആയി കുറച്ചും കൂടെ. ഇൻ ദ സെൻസ് തേർഡ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ പിള്ളേർക്ക് മൊത്തത്തിൽ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കയറി, ഭയങ്കര ഇഷ്യൂസായി, ബഹളമായി തുടങ്ങി. പല പിള്ളേരും ഭയങ്കരമായിട്ട് റേസ് ആവാൻ തുടങ്ങി, പെട്ടെന്ന് ദേഷ്യം, അരിശപ്പെടാൻ, ഒച്ച വെക്കാനൊക്കെ തുടങ്ങി. അത് ആക്ച്വലി ഇച്ചിരി ടെറിഫിക് ആയിരുന്നു. അങ്ങനെ ഫോർത്ത് ഡേ എത്തി. ഫോർത്ത് ഡേ ആയപ്പോഴത്തേക്കും സംഭവം പയ്യെ നമ്മുടെ കയ്യിലിരുന്ന ഫുഡ്, വെള്ളം, എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ഏകദേശം തീർന്നു. ഞാനിരുന്ന സ്ഥലത്തൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് പറ്റ തീർന്നിട്ട് വെള്ളവും ഇല്ല. ഇവന്മാരാണെങ്കിൽ സോഡയൊക്കെ മേടിച്ച് വെച്ചു. ഞങ്ങൾക്കാണെങ്കിൽ അതും പറ്റി. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ കണ്ട് 2 ക്യാനോ 3 ക്യാനോ കണ്ട് വെള്ളം ഞങ്ങൾ മേടിച്ചായിരുന്നു ബങ്കറിൽ കയറുന്നതിന് മുന്നേ. അപ്പോൾ 3 ക്യാൻ വെള്ളം. അപ്പം നമ്മളെല്ലാവർക്കും അളന്ന് ഇച്ചിരി വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സംഭവം അതും തീർന്നു. പിന്നെ എന്നാ ചെയ്യാൻ, ഒരു വഴിയില്ല.
നേരെ പോയി മറ്റേ ക്ലോറിൻ വെള്ളം, അതായത് കറക്റ്റ് പാല് കണക്കിരിക്കും ആ വെള്ളം വരുന്നതാണ്. ഇപ്പോൾ ഫോറിനിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ ഒരു എൻ്റെ ഒരു ഊഹശരാണെങ്കിൽ ഈ ഒരു ഏഷ്യൻ കൺട്രീസിലായിരിക്കും മെയിനായിട്ടുള്ളത്. എൻ്റെ ഒരു ഊഹം അങ്ങനെയാണ്. കാരണം ഇത്രയും ഹെവി ക്ലോറിനേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയം എത്തുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ വാട്ടർ ഷിഫ്റ്റ് വരുന്ന സമയത്ത് പാല് പോലെ ഇരിക്കും ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ. കറക്റ്റ് പാലും വെള്ളം വരുന്ന പോലെ ഇരിക്കും. അത്ര ഹെവി ആയിട്ടുള്ള ക്ലോറിൻ വാട്ടറാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുടിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നും ഇല്ല കുടിക്കാൻ, ഇല്ലേ? ഭയങ്കര സ്മെല്ലും ആയിരിക്കും ആ വെള്ളം. ലൈക്ക് വേറൊന്നും ഇല്ല, അതേ വഴിയുള്ളൂ, അത് കൂച്ചേ വഴിയുള്ളൂ. അങ്ങനെ ഈ ക്ലോറിൻ വാട്ടർ കൺസംഷൻ തുടങ്ങി. സത്യം പറഞ്ഞിട്ടില്ല, ആ ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിൻ്റർ ആയിരുന്നു. സമ്മർ ആയിരുന്നെങ്കിലുണ്ടല്ലോ നല്ല രീതിക്ക് നമ്മൾ പെട്ടുപോയേനെ. കാരണം ഡീഹൈഡ്രേഷൻ ആവും നല്ല. പ്രത്യേകിച്ച് ക്ലോറിൻ വാട്ടറൊക്കെ ഞാൻ അത് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത്. ക്ലോറിൻ വാട്ടർ സത്യം പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് പോയി. ഓക്കെ, അപ്പം ഞാനിങ്ങനെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ അതിനെപ്പറ്റി കാര്യമായിട്ട് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായത് ക്ലോറിൻ വാട്ടർ നമ്മളാണ്ട് 10 ദിവസം 15 ദിവസം അങ്ങാണ്ട് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ലിവറിന് നല്ല രീതിക്ക്, കിഡ്നിക്ക് നല്ല രീതിക്ക് പ്രശ്നമാകും, ഇഷ്യൂ ആവുമെന്ന് ഞാനിങ്ങനെ വായിച്ച്. ഒത്തൻറ്റിസിറ്റി എനിക്ക് അറിയത്തില്ല, സ്റ്റിൽ മെഡിക്കോസ് യൂണോ. അപ്പം അങ്ങനെ ഹൈപ്പർ ക്ലോറിനീമിയ. ഓക്കെ, അപ്പം അങ്ങനെ 5th ഡേ ഏകദേശം തീർന്നു. 5th ഡേ ഇങ്ങനെ തന്നെ പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ ഡേയ്സിൽ ഏതെങ്കിലും? സ്ലോ ആയിട്ട് എന്താ പറയണ്ടേ, ആ ടൈമിൻ്റെ ഒരു സെൻസ് പോയി. ലൈക്ക് ഞങ്ങൾ ലൈക്ക് ഫുള്ളി ന്യൂസ് നോക്കും കിട്ടുന്ന സമയമൊക്കെ. ബാക്കി ലൈക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം സംസാരിച്ചിട്ട് പെട്ടെന്ന് വാച്ച് ഒന്നും അപ്പോൾ കയ്യിലൊന്നും ഇല്ല. ഞാനൊക്കെ പെട്ടെന്ന് മൊബൈലാണെങ്കിൽ ടൈം നോക്കുമ്പോൾ 3 o'clock പെട്ടെന്ന് നോക്കുമ്പോൾ 9 o'clock അങ്ങനെ ആയിരിക്കും. ടൈം ഷിഫ്റ്റൊക്കെ ഇങ്ങനെ പെട്ടെന്നായിരുന്നു. എനിക്ക് ലൈക്ക് 1 week പക്ഷെ പോയതായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ലൈക്ക് ഒരു 3-4 days അങ്ങനെ, ആ ഒരു 3 days എക്സ്ട്രാ ലാഗായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് അനക്കൊന്നുമില്ല, റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും ഇല്ല, നമ്മളായി നമ്മുടെ പാടായി. അപ്പോഴത്തേക്ക് വേറെന്ത് ചെയ്യാൻ, നൈസായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് മാക്സിമം ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ എത്തിയ മെസ്സേജ് ഇട്ട് കുറേ ന്യൂസ് ചാനലിൽ ബന്ധപ്പെടാൻ നോക്കി. അങ്ങനെ പിന്നെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് വെച്ചാൽ പുതിയ വീഡിയോ എടുക്കുക, അവസ്ഥ കാണിച്ചു കൊടുക്കുക, അതായിരുന്നു മെയിൻ പരിപാടി. ഉണ്ട്, അത് വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ല, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ലിങ്ക് ഇട്ടിരുന്നാൽ മതി. അതുകൊണ്ട് വേറെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഡേ, അതായത് ഞങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പം അതൊരു മെയിൻ സാധനമാണ് സംഭവം. ഈ 4th ഡേ 5th ഡേ ഒക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ മറ്റേ ന്യൂസ് കവറേജ് ഭയങ്കര സീൻ. അതായത് നമ്മൾ ന്യൂസുകാരെ വിളിക്കുന്നു, മാതൃഭൂമി, മലയാള മനോരമ, ദീപിക, റിപ്പോർട്ടർ, മീഡിയ വൺ, ഏഷ്യാനെറ്റ്, നെറ്റ് നല്ല സീൻ. അയ്യോ, എല്ലാ ചാനലുകാരും. അപ്പം നമ്മുടെ നമ്പർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ചാനലിൽ നിന്ന് ആരാണ് എങ്ങനെയോ എൻ്റെ നമ്പർ എവിടെയോ പോയി. അപ്പോൾ ആരാണ്ടോ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട്, അപ്പം എങ്ങനെ നമ്പർ ഷെയർ എങ്ങനെയോ ഏതോ ഒരു ന്യൂസിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ യുക്രൈനിൽ നിങ്ങളിപ്പോൾ എവിടെയാണ്, ഇതാണ് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഓക്കെ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ സാധനം എല്ലാം കാണിച്ചുകൊണ്ട് വീഡിയോ എല്ലാം ഇട്ട് പിന്നെ നിമിഷ നേരം കൊണ്ട് നമ്പർ കംപ്ലീറ്റ് മറ്റേ ന്യൂസ് ചാനൽസിനെല്ലാം സ്പ്രെഡായി. പിന്നെ ഓരോ ചാനലുകളായിട്ട് നമുക്ക് മെസ്സേജ്, ആൽവിനാണോ. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ന്യൂസിലൊക്കെ എന്നെ ഈ ഒരു തിരുമോന്ത എവിടെയെങ്കിലും കണ്ട പരിചയം ഉണ്ടെങ്കിൽ ഞാനൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. ആണാണ്, നീ ഇല്ലായിരുന്നു, ഇവൻ ഇല്ലായിരുന്നത്, ഞാനായിരുന്നു അതിനകത്ത് മെയിൻ. അപ്പം അങ്ങനെ ന്യൂസ് കൊടുക്കുന്നു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്, അതായത് രാവിലെ എഴുന്നേക്കുന്നതാണെങ്കിൽ എപ്പോഴോ എഴുന്നേക്കുന്ന കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഞണ്ണുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീഡിയോ എടുക്കുന്നു. കണ്ടീഷൻ എന്നാ, രാവിലത്തെ സിറ്റുവേഷൻ അപ്ഡേറ്റ്സ് എന്നാന്നും പറഞ്ഞ് വീഡിയോ എടുക്കുന്നു. ഈ വീഡിയോസ് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുക. ഏറ്റവും വലിയ സീൻ ഈ പറഞ്ഞ പോലെ ഫോണിന് ചാർജ് തീരുമ്പോൾ, ഇതിൻ്റെ ഇടയ്ക്ക് ഫോൺ ചാർജ് തീരുമല്ലോ, ആകപ്പാടെ ഒരൊറ്റ സ്ഥലമോ 2 സ്ഥലമോ, അതായത് ഞങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ കിടക്കുന്ന ഹോളിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു ഹോൾവേയിൽ എൻ്റെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മുടെ അവിടെ അറ്റത്തെങ്ങാണ്ടായിരുന്നു നമുക്ക് കുത്താനായിട്ട് പോർട്ടുള്ളത് അല്ലേ. ലൈക്ക് 2 റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെയർ ഇട്ട് അതിലായിരുന്നു മറ്റേ ചാർജിങ് പോർട്ട്.
അന്നാണ് ആക്ച്വലി ഒരു അഡാപ്റ്ററിൻ്റെയൊക്കെ 100% എഫിഷ്യൻസി കണക്ക് കൂട്ടിയത് അളന്നത്. കാരണം ഒരു അഡാപ്റ്ററിൽ മറ്റേ ഒരു എക്സ്റ്റൻഷനിൽ ഒരു 6 or 7 പോർട്ട് ഉണ്ടെങ്കിൽ ഈ 7 പോർട്ടിൽ മറ്റേ 3 വെച്ച് കുത്താൻ പറ്റുന്ന ഇതുണ്ടല്ലോ, ആ സാധനം കുത്തി വെച്ചിട്ട് നിറഞ്ഞിരിക്കുന്നു. എടാ നിറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഒരു ഈച്ചയ്ക്ക് ഇരിക്കാനുള്ള ഇടയില്ല, അതുപോലെ കംപ്ലീറ്റ് നിറയും. ഒരു സെക്കൻഡ് പോലും അത് ഫ്രീയും ഇല്ല. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്നറിയോ, ഈ സാധനം എങ്ങനെ കത്തിപ്പോവാതിരുന്നെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത ആ സാധനം ഓവർലോടെ കത്തിപ്പോകുന്നു. കാരണം അതുപോലെ ഇട്ടേക്കുന്നു. വേറൊരു വിറ്റെന്നറിയോ, എൻ്റെ ഫോണിൻ്റെ ചാർജർ മാറിപ്പോയി ആ സമയത്ത്. ഇപ്പൊ സാംസങ്ങിൻ്റെ ഉണ്ടല്ലോ, സാംസങ്ങിൻ്റെ ചാർജർ സത്യം പറഞ്ഞാൽ അവിടെ ഉക്രൈനിൽ ബങ്കറിൽ വെച്ച് മാറിപ്പോയി. എൻ്റെ ഒറിജിനൽ ചാർജർ അല്ല ഇപ്പം എൻ്റെ ഇരിക്കുന്നത്. ആ ചാർജർ ഇപ്പോൾ വേറെ ആരുടെയോ കയ്യിൽ ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പകരം എനിക്ക് വേറെ ആരുടെയോ ഒരു ചാർജർ കിട്ടി, ഞാനത് എടുത്തോണ്ട്. പക്ഷെ ഭാഗ്യം എന്നാന്ന് സംഭവം പറ്റി എന്നാന്ന് വെച്ചാൽ, എൻ്റെ സാംസങ് വച്ചിട്ട് പോയ ആളുടെയും സാംസങ്. അപ്പോൾ അയാളുടെ ചാർജറിന് വരെ എൻ്റെ എടുത്തുകൊണ്ട് പോയി. ബാക്കി എനിക്ക് കണ്ടോ അത് ഞാൻ അത് എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നു. എനിക്ക് ചാർജർ ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം 5th ഡേ ഏകദേശം അങ്ങനെ അങ്ങ് തീർന്നു. 5th ഡേയും നമുക്ക് ഫുഡ് കിട്ടി. നമുക്ക് എന്നും ഒരു ദിവസം പുലാവ് കിട്ടിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു മഞ്ഞ കളർ പുലാവ്. ഏറ്റവും നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ സാമ്പാർ സാധമായിരുന്നു. സാമ്പാർ സാധമായിരുന്നു അത്. എനിക്ക് ഇന്റർവെൽസ് അങ്ങനെയാണ് കിട്ടിയത്. ആണോ? ഓ, സാമ്പാർ സാധം വരുന്നത് അത്. പക്ഷെ മറ്റേ കറക്റ്റ് ഉപ്പുമാവ് പോലെ സാധനം പറഞ്ഞു. പക്ഷെ എൻ്റെ ഇന്റർവെൽസ് ഞാൻ കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ട് അത് സാമ്പാർ സാധനം. ഞാൻ നോക്കട്ടെ, എൻ്റെ അതിൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ ആ വീഡിയോ ഇടാൻ കറക്റ്റ്. കാരണം തണുപ്പത്ത് 3-4 ഹോസ്റ്റൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും അത് ഉപ്പുമാവ് പോലെ ആയി പോവും. സംഭവം ഒരു വലിയ ചരിവാണ് എല്ലാ ഹോസ്റ്റലിലും എത്തുന്നത്. കൈമാറി വരുമ്പോഴത്തേക്ക് സ്വാഭാവികം സംഭവിക്കാവുന്നതും കൂടിയാണ്. അല്ല, സാമ്പാർ സാധം ആണെന്നാണ് എനിക്കും കിട്ടിയൊരു ഇന്റലിജൻസ്. അറിയത്തില്ല, എന്തായാലും എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ റൂമിൽ എത്തിയപ്പോഴത്തേക്ക് അത് ഉപ്പുമാവായിരുന്നു. മേ ബി അത് വേറെ ദിവസമായിരിക്കും കേട്ടോ. പക്ഷെ സാമ്പാർ സാധം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. സാമ്പാർ സാധം സത്യം പറഞ്ഞുണ്ടോ ഓർമ്മയുണ്ട, നമുക്ക് 6ാം ദിവസം തൊട്ട് വരുമ്പോൾ വരാം. ഓക്കെ. അപ്പം സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു ഇൻഡ്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ളൊരു ഐഡിയ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി വേറെ ആർക്കും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. അപ്പം ഈ ഒരു സംഭവം ആക്ച്വലി നമ്മുടെ മൈൻഡിൽ നിന്നും പയ്യെ ഫെയ്ഡായി തുടങ്ങി. ഇപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു. നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് ഇരുന്ന് സംസാരിച്ച് എല്ലാം ഏകദേശം ഒന്ന് റീകളക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം പിന്നീട് എപ്പോഴില്ല, അതായത് ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണിത്. അതായത് ഈ ഒരു സംഭവം ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് ഇതിങ്ങനെ ഇട്ടേക്കാം യൂട്യൂബിൽ. ഇതിപ്പോൾ ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെയാണെങ്കിലും എടുത്തൊന്ന് കാണാം. ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാനിത് തുടങ്ങിയതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അതാണ്. പോഡ്കാസ്റ്റ്, അതായത് നമ്മൾ 3 പേര് ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ പോയ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും ഗസ്റ്റുകളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺഡ്, ഫുൾ കാണുക. ഡിജിറ്റൽ ഡയറി ആയിട്ട് യൂസ് ഡിജിറ്റൽ ഡയറി ആയിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതായത് ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഉക്രൈനിൽ നിന്ന് വന്ന സമയം എന്നോട് കുറേ പേര് പറഞ്ഞു വീഡിയോസ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഡയറി എഴുതി വെക്കുക. എനിക്ക് പണ്ടേ ഡയറി എഴുതുന്ന ശീലമില്ല. കാരണം എൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7ാം 8ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഡയറി എഴുതി. അന്ന് മറ്റേ കൂടെയുള്ള പിള്ളേരെല്ലാം ഭയങ്കര പരിപാടി. ഡയറി എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തനാണ്, ആരാ ഞാൻ മറന്നു, എൻ്റെ ക്ലാസ്സിൽ ആരാണ്ടോ വന്ന് ഒരു ഡയറി ഫുള്ള് തീർത്തു. ഞാൻ ഡയറി എഴുതും, ഡയറി ഫുൾ എഴുതി തീർന്നു. ഞാൻ ഇപ്പോൾ മോട്ടിവേഷനാണ്, എന്നാൽ പിന്നെ ഒരു പണി എനിക്കൂടെ തുടങ്ങാം. ആദ്യമേ തന്നെ ഞാൻ മറ്റേ ഡാഡിയുണ്ടായിരുന്ന ഏതൊരു പഴയ ഡയറി, മറ്റേ കട്ടിയുള്ള ഡയറി എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വന്നിരുന്നെങ്കിൽ എഴുതി തുടങ്ങി. ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റു, ദോശ കഴിച്ചു, സ്കൂളിൽ പോയി, സ്കൂളിൽ ടീച്ചർ എടുത്ത് അടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു, വീട്ടിൽ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വൈകിട്ട് എന്താ കഴിച്ചത് അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ രാത്രി കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഡയറി. സംഭവം ഈ സാധനം എടുത്ത ഒരു ദിവസം വീട്ടുകാരെടുത്ത് വായിച്ചു, അളിഞ്ഞ് നാറിപ്പോയി. അന്നോടെ ഞാൻ ആ പരിപാടി നിർത്തി. സത്യം പറയാം, അത് ഇത്രയും ക്രിഞ്ച് മൊമെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് മണ്ടത്തരവും ആയിക്കോട്ടെ എഴുതുന്നത്, ഈ സാധനം എല്ലായിടത്തും വീട്ടുകാർ വായിക്കുമ്പം അതും വെറുതെ വായിക്കുമല്ല,
പച്ചക്ക് നമ്മളിട്ട് നാറ്റിച്ച് നശിപ്പിച്ചിട്ടിട്ട് വായിക്കുമല്ലോ. ആ നീ ഇത്രയും കഴിവുള്ളവനായിരുന്നു എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇത് വായിക്കാൻ. ഡയറി തീരുന്നവരെ രാവിലെ എഴുന്നേറ്റു, ഇന്ന് ചായ കുടിച്ചു. ഇത് തന്നെ. അപ്പം ആ ഒരു സംഭവത്തോടെ ഞാൻ എൻ്റെ ഡയറി എഴുത്തുന്നുള്ള വലിയ പരിപാടി ഞാൻ നിർത്തി. പിന്നീട് അങ്ങോട്ട് ഡയറി എഴുത്ത് നിർത്തി. അപ്പം പിന്നെ അങ്ങോട്ട് യൂട്യൂബൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഒരു ഡിജിറ്റൽ ഡയറി ആയിട്ടാണ് ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. അങ്ങനെ 6th ഡേ അല്ലേ പറഞ്ഞോണ്ടല്ലേ, 6th ഡേ 5th കഴിഞ്ഞു. യെസ്, ഇനി 6th ഡേ സെയിം സംഭവം. കയ്യിലുണ്ടായിരുന്ന എല്ലാം തീർന്നു. പക്ഷേ ഇപ്പോൾ ഈ 6th ഡേയിൽ ആക്ച്വലി ടെൻഷൻ കുറച്ചുകൂടെ ക്രിയേറ്റ് ആയി. കാര്യമായിട്ട് സിറ്റുവേഷൻസ് കുറച്ചുകൂടെ ഡാർക്കായി.